കുട്ടികളുടെ മുഖമുദ്ര എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ നിർമ്മലമായ നിഷ്കളങ്കമായ സ്നേഹം തന്നെയാണ്. അതോടൊപ്പം നമുക്കറിയാവുന്നതാണ് എന്തിനും ഏതിനോടുമുള്ള കുട്ടികളുടെ നിഷ്കപടമായ കൗതുകം. ടോട്ടോച്ചാന്റെ അത്തരത്തിലൊരു കൗതുകത്തിന്റെ കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നത്. അധ്യായത്തിന്റെ പേരാണ് വിലപ്പെട്ട റിബൺ. ഒരു ദിവസം പതിവ് പോലെ ഉച്ചക്കലത്തെ ആഹാരം കഴിഞ്ഞ് ടോട്ടോച്ചാൻ തന്റെ നിത്യമുള്ള സവാരിക്ക് അഥവാ റോന്ത് ചുറ്റലിന് ഇറങ്ങിയതാണ്. ടോട്ടോയുടെ ഒരു പതിവാണ് അത്. ഊണ് കഴിഞ്ഞ് സ്കൂളിലൊന്ന് വലം വെക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രത്യേകതകൾ തലേ ദിവസം അവളുടെ കണ്ണിൽ പെടാത്തത് ഇന്ന് നടന്നിട്ടുണ്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റോന്ത് ചുറ്റൽ അവൾക്ക് പതിവാണ്. അതിനിറങ്ങിയപ്പോഴാണ് അതാ കൊബായാഷി മാസ്റ്റർ നേരെ അഭിമുഖമായി നടന്നു വരുന്നു. അവൾക്ക് സന്തോഷം തോന്നി. ഊണ് സമയത്ത് അവൾ മാസ്റ്ററെ കണ്ടതാണ് എങ്കിലും ഒരു നേരിയ പുഞ്ചിരി അല്ലാതെ ഒന്നും സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോ മാസ്റ്റർ അഭിമുഖമായി വന്ന് അവളെ കണ്ടപ്പോൾ തന്നെ പുഞ്ചിരിയോടെ അവളെ നോക്കി. ടോട്ടോച്ചാൻ, ഞാൻ നിന്നെ തിരക്കി വരികയായിരുന്നു, മാസ്റ്റർ പറഞ്ഞു. ഓവോ! ടോട്ടോയ്ക്ക് വലിയ സന്തോഷം തോന്നി. കൊബായാഷി മാസ്റ്റർ എന്തോ കാര്യത്തിന് അവളെ അന്വേഷിച്ചു വരികയാണ്. മാസ്റ്റർക്ക് എന്തെങ്കിലും ഒരു വിവരം തന്നോട് പറയാനോ തന്നോട് ചോദിക്കാനോ ഉണ്ടാകും എന്നുള്ള ആലോചന തന്നെ ടോട്ടോച്ചാന് സന്തോഷം തരുന്നതായിരുന്നു. എന്താ മാഷേ, എന്താ വേണ്ടത്? ടോട്ടോ കൗതുകത്തോടെ ചോദിച്ചു. ഈ റിബൺ ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയത് ടോട്ടോ? ടോട്ടോയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല. അവൾ ഒരു ദിവസമേ ആയുള്ളൂ ഈ റിബൺ ധരിക്കാൻ തുടങ്ങിയിട്ട്. അവൾ ഒന്നുകൂടെ റിബൺ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു വെച്ചു. ഇപ്പോൾ തന്നെ അവളോട് മാസ്റ്റർ ഈ റിബൺ എവിടുന്ന് കിട്ടി എന്ന് അന്വേഷിക്കുന്നു. അവൾ അല്പം കൂടെ മാസ്റ്ററുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഇപ്പോൾ മാസ്റ്റർക്ക് റിബൺ നല്ല വ്യക്തമായി കാണാം. ഇതെന്റെ അമ്മായിയുടെയാ. ഞാന് കഴിഞ്ഞ ദിവസം അമ്മായിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവര് അലമാരിന്ന് പഴയ തുണികളൊക്കെ എടുത്ത് ഉണക്കി വീണ്ടും മടക്കി തിരിച്ചു വെക്കുകയാണ്. ഞാനും സഹായിക്കാൻ കൂടി. അങ്ങനെ അമ്മായി ഒരു തുണി എടുത്തപ്പോ ഒരു കടും ചുവപ്പ് നിറമുള്ള പഴയ മട്ടിൽ തുന്നിയ നീളൻ ഫ്രോക്ക്, അതിൽ നിന്ന് എന്തോ ഒരു സാധനം തൂങ്ങിക്കിടക്കുന്നു. ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോ അമ്മായി പറഞ്ഞു, അത് അവരുടെ പഴയ സ്കൂൾ യൂണിഫോം ആണത്രേ. അന്നത്തെ കാലത്ത് മാസ്റ്റർ കണ്ടിട്ടുണ്ടോ? അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള റിബണ് അല്ലെങ്കിൽ നിറമുള്ള തുണികള്, കൈകൊണ്ട് തുന്നിയ തൂവാലകള് ഒക്കെ ചുറ്റിക്കെട്ടുമായിരുന്നു അത്രേ അരയ്ക്ക്. അതൊരു അന്നത്തെ കാലത്ത് വലിയ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അത് അത്രേ. നല്ല ഭംഗിയുള്ള ഒരു റിബണായിരുന്നു ഇത്. ഞാനതിൽ നോക്കുന്നത് കണ്ടപ്പോ അമ്മായിക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ അമ്മായി പറഞ്ഞു, നീ ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ് അലമാരിയിൽ വെക്കുന്നതിന് മുൻപ് തന്നെ അമ്മായി ഒരു കത്രിക എടുത്ത് മുറിച്ച് ഈ റിബൺ എനിക്ക് തന്നതാണോ മാഷേ എന്ന് പറഞ്ഞു. ഓഹോ! അപ്പൊ മാസ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കി. ടോട്ടോ റിബൺ നോക്കിയപ്പോ ടോട്ടോയുടെ കുസൃതി കണ്ണുകൾ അല്ലെങ്കിൽ കുഞ്ഞിക്കണ്ണുകൾ അമ്മായിയെ ആർദ്ര ചിത്തയാക്കി കാണും. എന്തായാലും അവര് അതിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ടോട്ടോയ്ക്ക് സ്നേഹത്തോടെ കൊടുത്തതാവും. ടോട്ടോ ഒരിക്കൽ കൂടി പറഞ്ഞു, അമ്മായി എന്നോട് പറഞ്ഞു, എനിക്ക് എല്ലാത്തിലും താല്പര്യവും ഇഷ്ടവും ഒക്കെയുള്ള കുട്ടിയാണല്ലോ, നീ ഇത് ധരിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഇത് ആരോ വിദേശത്ത് നിന്ന് കൊണ്ട് കൊടുത്തതാണ് അമ്മായിക്ക്. ടോട്ടോ ഒരു നിമിഷം കൂടി ആലോചിച്ചിട്ട് അതുകൂടി പറഞ്ഞു നിർത്തി. ഓ, അപ്പോ അതാണ് കാര്യം. ഗാഢമായ ചിന്തയിൽ നിന്ന് ഉണർന്നതുപോലെ മാസ്റ്റർ പറഞ്ഞു. ടോട്ടോയ്ക്ക് മനസ്സിലായില്ല. അപ്പോ മാസ്റ്റർ പറഞ്ഞു, ടോട്ടോ ഒരു അടി മുന്നോട്ട് നീങ്ങി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ടോട്ടോയുടെ തോളില് കൈ വെച്ചിട്ട് മാസ്റ്റർ പറഞ്ഞു, ടോട്ടോ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. എന്താ മാസ്റ്റർ? പറഞ്ഞോളൂ. ടോട്ടോ സാധിക്കുമെങ്കിൽ നാളെ മുതൽ നീ റിബൺ സ്കൂളിൽ അണിയാതിരിക്കാമോ? മറ്റെവിടെ വേണമെങ്കിലും പോകുമ്പോൾ നീ ധരിച്ചോളൂ, സ്കൂളിൽ വരുമ്പോൾ ധരിക്കാതിരിക്കാൻ പറ്റുമോ? ടോട്ടോയ്ക്ക് വാസ്തവത്തിൽ മനസ്സിലായില്ല. ടോട്ടോയ്ക്ക് ഇത് മനസ്സിലായില്ല എന്ന് തിരിച്ചറിഞ്ഞ മാസ്റ്റർ തുടർന്നു. ഇന്നലെ നീ ഇത് ധരിച്ചപ്പോൾ മുതൽ മിയോച്ചാൻ എന്നെ നിർബന്ധിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു റിബൺ അവൾക്ക് വേണം എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ ഈ ജിയുഗോക്കോയിലെ എല്ലാ കടകളിലും കയറി ഇറങ്ങി. ആർക്കും ഇതുപോലത്തെ ഒരു റിബൺ അവരുടെ കയ്യിൽ ഇല്ല. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ഇത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അതാണ്. ടോട്ടോച്ചാൻ തലയിൽ കൈവച്ച റിബൺ ഒന്ന് ശരിയാക്കി. അപ്പോ അവളുടെ റിബണിന്റെ കര ശബ്ദം മാസ്റ്റർക്ക് വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു.
വാസ്തവത്തിൽ ഒരു നല്ല പനിനീർ പൂവും മറ്റു ചില പൂക്കളുമൊക്കെ തുന്നിപ്പിടിപ്പിച്ച നല്ല ഭംഗിയുള്ള ഒരു റിബൺ ആയിരുന്നു. പഴയ മാറ്റിലുള്ള കെട്ടായതുകൊണ്ട് ആ റിബണിന്റെ മുകളിലെ കെട്ടിന് ടോട്ടോയുടെ കുഞ്ഞു തലയെക്കാട്ടിലും വലുപ്പമുണ്ടായിരുന്നു. പക്ഷെ ടോട്ടോയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കാര്യമേ അല്ല. അവൾ ഇഷ്ടത്തോടെ ധരിക്കുന്നു, സന്തോഷത്തോടെ എല്ലാവരെയും കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ടോട്ടോ, ഇത് നിന്നെ ഞാൻ ഒരു തരത്തിലും നിർബന്ധിക്കില്ല. നിനക്ക് സാധിക്കുമെങ്കിൽ നീ ധരിക്കാതിരുന്നാൽ മതി. ടോട്ടോച്ചാൻ ഒന്ന് കൈ പിണച്ച് ആലോചിച്ചു ഒരു നിമിഷം. അവൾക്ക് വലിയ സങ്കടമാണ് ഈ റിബൺ ധരിക്കാതിരിക്കുക എന്നത്. എന്നാൽ അവളോട് ആവശ്യപ്പെടുന്നത് അവളുടെ കൊബായാഷി മാസ്റ്ററാണ്. മാസ്റ്റർ അവളുടെ മുമ്പിലെ ആരാധനാപാത്രമാണ്. ആ മാസ്റ്റർ ജിയുഗോക്കോയിലെ കടയിലൊക്കെ ഇത്തരത്തിലൊരു ഒരു റിബണിന് വേണ്ടി കയറി ഇറങ്ങി നടന്നു എന്നത് അവൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. അവൾ പറഞ്ഞു, മാസ്റ്റർ ശരി, ഞാൻ നാളെ മുതൽ സ്കൂളിലേക്ക് ഈ റിബൺ ധരിക്കില്ല. നന്ദി. മാസ്റ്റർ അവൾക്കൊരു നമസ്കാരം കൊടുത്തിട്ട് മാസ്റ്ററുടെ റൂമിലേക്ക് നടന്നുപോയി. വാസ്തവത്തിൽ ടോട്ടോച്ചാന് വലിയ വിഷമമുള്ള കാര്യമായിരുന്നു ആ റിബൺ ധരിക്കാതിരിക്കൽ. എങ്കിലും അവളുടെ സ്കൂളായ ടോമോ ഗെക്വാനിലെ ഒരു സംസ്കാരം അനുസരിച്ച് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തുവും അത് എത്രത്തോളം നമുക്ക് സഹിക്കേണ്ടി വന്നാലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു കുട്ടികളിൽ ചെറുപ്പം തൊട്ടേ അറിഞ്ഞിരുന്ന, കുട്ടികൾ മനസ്സിലാക്കിയിരുന്ന പാഠം. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വരുമ്പോൾ റിബൺ ധരിക്കാതിരിക്കുക എന്ന കനത്ത തീരുമാനമെടുക്കാൻ ടോട്ടോയ്ക്ക് ബുദ്ധിമുട്ടേണ്ടിയേ വന്നില്ല. പിറ്റേ ദിവസം ടോട്ടോച്ചാൻ പതിവ് പോലെ സ്കൂളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവളുടെ മുറി വൃത്തിയാക്കാനായി ഉള്ളിൽ കയറിയ അമ്മ അത്ഭുതപ്പെട്ടു പോയി. വലിയ താല്പര്യത്തോടെ ഇഷ്ടത്തോടെ ടോട്ടോ 2 ദിവസം അണിഞ്ഞ റിബൺ ഇന്നിതാ അവളുടെ കരടിക്കുട്ടിയുടെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടാണ് അവൾ പോയിരിക്കുന്നത്. ഇതെന്ത് പറ്റി? ഇത്ര പെട്ടെന്ന് ഇതിലുള്ള കൗതുകം പോയോ? അത് സാധാരണമല്ലല്ലോ എന്ന ആലോചനയോടെ അമ്മ അത് നോക്കി നിന്നു. ടോട്ടോയുടെ കരടിക്കുട്ടിയാവട്ടെ താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരാഭരണത്തിന്റെ ഭാരം തന്റെ കഴുത്തിൽ വന്ന് വീണ മട്ടിൽ നിശ്ചലയായി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. നമുക്ക് കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ ആരെങ്കിലും അവർക്ക് വേണ്ടാത്തതാണെങ്കിൽ പോലും നമുക്ക് തന്നാൽ നമുക്കത് ഉപയോഗമില്ലെങ്കിൽ പോലും വലിയ സന്തോഷം തരും, അല്ലെ? ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ അടുത്തുള്ള വീട്ടിലെ ചേട്ടനും ചേച്ചിയും ഒക്കെ ക്യാപ്പ് പോയ പേന, ഒരു നെയിം സ്ലിപ്പ്, വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കൗതുക വസ്തുക്കൾ തരുന്നത് വേസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാതെ വലിയ ഒരു നിധി കിട്ടിയ ഭാവത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. രാവിലെ തരിപെറുക്കാൻ പോയിട്ട് വരികയാണ് എന്ന് അമ്മ പറയുകയും ചെയ്യുമായിരുന്നു. അത്തരത്തിലുള്ള ചെറുപ്പകാലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ താഴെ എഴുതുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.